ദുരന്തബാധിതർക്ക് പണം അടയ്ക്കാൻ നോട്ടീസ് അയച്ച് KSFE. താൽക്കാലിക പുനരധിവാസ കേന്ദ്രത്തിൽ കഴിയുന്ന ചൂരൽമലയിലെ 2 കുടുംബങ്ങൾക്കാണ് നോട്ടീസ് ലഭിച്ചത്. അടിയന്തരമായി മുടങ്ങിയ തവണകൾ അടയ്ക്കാനാണ് നിർദ്ദേശം. KSFE മേപ്പാടി ബ്രാഞ്ചാണ് നോട്ടീസ് നൽകിയത്. ദുരന്തബാധിതരിൽ നിന്നും EMI അടക്കം പിടിക്കരുതെന്ന് നിർദ്ദേശം നേരത്തെ നൽകിയിരുന്നു. ഇതിനിടെയാണ് KSFE ഇത്തരത്തിൽ നോട്ടീസ് അയച്ചത്. പ്രതിഷേധത്തെ തുടർന്ന് നോട്ടീസ് പിൻവലിച്ചു. സാമൂഹ്യക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ ഉൾപ്പെട്ട 6 ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. മണ്ണ് സംരക്ഷണ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കെതിരെയാണ് നടപടി. കൈപ്പറ്റിയ പെൻഷൻ തുക 18% പലിശ സഹിതം തിരിച്ചുപിടിക്കാനും സർക്കാർ ഉത്തരവിട്ടു. വിവിധ വകുപ്പുകളിലെ 1458 ഉദ്യോഗസ്ഥരാണ് അനധികൃതമായി പെൻഷൻ വാങ്ങിയത്. തുടർന്ന് വിഷയത്തിൽ വലിയ പ്രതിഷേധം ഉയർന്നു വന്നിരുന്നു. ആന എഴുന്നള്ളിപ്പിന് കടുത്ത നിയന്ത്രണങ്ങൾ നിർദ്ദേശിക്കുന്ന കേരള ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്ത് സുപ്രീം കോടതി. ആന എഴുന്നള്ളിപ്പിന് ഹൈക്കോടതി പുറപ്പെടുവിച്ച മാർഗരേഖ അപ്രായോഗികം. 2012 നാട്ടാന പരിപാലന ചട്ടത്തിലെ വ്യവസ്ഥകൾ പാലിച്ച് ആന എഴുന്നള്ളിപ്പ് നടത്താൻ ദേവസ്വങ്ങൾക്ക് സുപ്രീം കോടതി അനുമതി നൽകി. ഹർജിയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സുപ്രീം കോടതി നോട്ടീസ് അയച്ചു. മൃഗാവകാശങ്ങളുടെ പേരിൽ ആചാരങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിനെതിരെയും സുപ്രീം കോടതി വിമർശിച്ചു. രമേശ് ചെന്നിത്തലയ്ക്ക് NSSലേക്ക് ക്ഷണം. മന്നം ജയന്തി ആഘോഷത്തിൽ മുഖ്യ പ്രഭാഷണം നടത്താൻ രമേശ് ചെന്നിത്തലയെ ക്ഷണിച്ചതോടെ വർഷങ്ങളായുള്ള അകൽച്ചയ്ക്ക് അന്ത്യമാകും. 2013 ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ചെന്നിത്തലയെ താക്കോൽ സ്ഥാനത്ത് കൊണ്ടുവരണമെന്നും അല്ലെങ്കിൽ ഭൂരിപക്ഷ ജനവിഭാഗം സർക്കാരിനെ തുടരാൻ അനുവദിക്കില്ലെന്നും NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ പറഞ്ഞിരുന്നു. ഇതേ തുടർന്ന് 8 വർഷമായി NSSും രമേശ് ചെന്നിത്തലയും തമ്മിൽ അകൽച്ചയിലായിരുന്നു. പാർലമെന്റിൽ നാടകീയ സംഭവങ്ങൾ. അംബേദ്കറെ കുറിച്ചുള്ള അമിത്ഷായുടെ വിവാദ പരാമർശത്തിൽ പ്രതിഷേധങ്ങൾക്കിടെ തങ്ങളുടെ 2 MPമാരെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തള്ളിയെന്ന് BJP. പരിക്കേറ്റെന്ന് പറയപ്പെടുന്നവരെ RML ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. ഇവരെ ഫോണിൽ വിളിച്ച് ആരോഗ്യനില തിരക്കി പ്രധാനമന്ത്രി. കയ്യേറ്റത്തിൽ BJP MPമാർക്ക് ഗുരുതരമായി പരിക്കേറ്റെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. BJP MPമാരാണ് തന്നെ തടയാനും ഭീഷണിപ്പെടുത്താനും ശ്രമിച്ചതെന്നാണ് വിഷയത്തിൽ രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം. BJP MPമാർ തന്നെ കയ്യേറ്റം ചെയ്തെന്നാരോപിച്ച് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ രംഗത്ത്. BJP MPമാർ തന്നെ തള്ളി, താൻ നിലത്തു വീണു, ശസ്ത്രക്രിയയ്ക്ക് വിധേയമായ തന്റെ കാൽമുട്ടുകൾക്ക് ഇത് പരിക്കുണ്ടാക്കിയെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് അയച്ച കത്തിൽ ഖാർഗെ വ്യക്തമാക്കി. പാർലമെന്ററി പ്രതിഷേധത്തിനിടെ രാഹുൽ ഗാന്ധി തന്നോട് മോശമായി പെരുമാറിയെന്നാരോപിച്ച് നാഗാലാൻഡിൽ നിന്നുള്ള BJP രാജ്യസഭാ MP ഫാങ്നോൻ കുന്യാക് ഉച്ചത്തിൽ ആക്രോശിച്ചുകൊണ്ട് തന്നോട് മോശമായ രീതിയിൽ പെരുമാറി. സ്ത്രീ എന്ന പരിഗണന നൽകാതെ തന്റെ വളരെ അടുത്തു വന്നുവെന്നും പരാതിയിൽ പറയുന്നു. തന്റെ അന്തസ്സും ആത്മാഭിമാനവും രാഹുൽ ഗാന്ധി വ്രണപ്പെടുത്തിയെന്ന് രാജ്യസഭാ ചെയർമാൻ ജഗ്ദീപ് ധൻഖറിന് അയച്ച കത്തിൽ കുന്യാക് വ്യക്തമാക്കി. അംബേദ്കറുടെ പേര് ചിലർക്ക് അലർജിയാണെന്ന് വിമർശിച്ച് തമിഴക വെற்றிക്കഴകം പ്രസിഡന്റും നടനുമായ വിജയ് ഡോക്ടർ BR അംബേദ്കറിനെതിരായ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവനയെ തുടർന്നാണ് വിജയുടെ ഈ പരാമർശം. അംബേദ്കറെ അപമാനിക്കാൻ ഒരിക്കലും അനുവദിക്കരുതെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ നടപടിയെ ശക്തമായി അപലപിക്കുന്നുവെന്നും വിജയ് എക്സിൽ കുറിച്ചു. ഇന്ത്യ ചൈന അതിർത്തി പ്രശ്ന പരിഹാരത്തിന്റെ ഭാഗമായി ചേർന്ന പ്രത്യേക പ്രതിനിധിതല യോഗം വിജയകരം. ബെയ്ജിംഗിൽ വെച്ച് നടന്ന 23ാമത് SR യോഗത്തിലാണ് അതിർത്തി കടന്നുള്ള വിനോദസഞ്ചാരം ഉൾപ്പെടെയുള്ള 6 വിഷയങ്ങളിൽ ധാരണയായത്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുമായി കൂടിക്കാഴ്ച നടത്തി. വർഷങ്ങളായി തകരാർ നേരിടുന്ന ഇന്ത്യ ചൈന ഉഭയകക്ഷി ബന്ധം പുനഃസ്ഥാപിക്കുന്നതിനും അതിർത്തിയിൽ സമാധാനം നിലനിർത്തുന്നതിനുമുള്ള നിർണായക ചുവടുവയ്പ്പാണ് ഈ കൂടിക്കാഴ്ച. ഒഡീഷയെ 2 ഗോളിന് തകർത്തുകൊണ്ട് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റിൽ കേരളം ക്വാർട്ടറിൽ. ഡെക്കാൻ അരീന സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ B ഗ്രൂപ്പിൽ 2 കളികൾ ബാക്കി നിൽക്കെ ഒഡീഷയെ എതിരില്ലാത്ത 2 ഗോളിന് തോൽപ്പിച്ചാണ് കേരളം ക്വാർട്ടറിൽ ഇടം നേടിയത്. ഗോവ, മേഘാലയ ടീമുകളെ തോൽപ്പിച്ച കേരളത്തിന് ഫൈനൽ റൗണ്ടിൽ 3ാം അംഗമായിരുന്നു ഇന്ന്. ഡൽഹിയുമായുള്ള കേരളത്തിന്റെ അടുത്ത മത്സരം ഡിസംബർ 22 രാത്രി 7:30 നടക്കും.